ഗൈസേ ഇവർക്ക് വല്ലാത്ത പ്രശ്നമുണ്ട്. കയാക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എടുത്ത് നീന്തിക്കോളാൻ. നമ്മൾ ആദ്യമേ പറയാം നമുക്ക് നീന്തലറിയില്ല, ഇതൊന്നും അറിയില്ല. കയാക്ക് എങ്ങനെയെങ്കിലും ചെയ്യിപ്പിക്കാൻ പറഞ്ഞപ്പോൾ അവർ പറയാം അവിടെ സാധനം ഇരിപ്പുണ്ട്, ഇവിടെ കയാക്ക് ഇരിപ്പുണ്ട്, ഉന്തി വെള്ളത്തിലിട്ട് പൊക്കോ, ലൈഫ് ജാക്കറ്റ് പൊക്കോ, അത്രേ ഉള്ളൂ. പോകുന്നു ബൈ. എടുത്തോഴില്ലേ ഗൈസ്, ഇത് മറ്റേക്കാൾ ഡേഞ്ചറാണ്. എടാ ലൂക്കിന്റെ അടുത്തോട്ട് കൊട്ടയ്ക്ക് കുരിശ് പോയി. എടാ പ്രൊഫഷണലാ, വെള്ളത്തിയുടെ 2 എവിടെ പോകാ. ഇത് മറ്റേ കാനോയിങ്ങിനേക്കാളും സീനാണ് ഗൈസ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് വെള്ളത്തിന് പറ്റിയ നിക്കണ കയാക്ക്. എടാ 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 രണ്ടുകൂടെ ഒരുമിച്ച് പറയാൻ നിക്കണം തോന്നുന്നുണ്ട്. ഗൈസ് നിർത്തണേ, ഞങ്ങളൊന്ന് തൊഴട്ടെ. ദൂരോട്ട് പോണ്ടട്ടാ, സീനാ പ്രശ്നമായി. എടാ 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 നല്ല ആട്ടോണ്ടാ. ആട്ടോല്ല, വെള്ളത്തിലോട്ടാ പോടാ. പകുതി പറ്റിയാ കിടക്കണ. ഏറ്റവും തൊലിഞ്ഞ കയാക്കാ തോന്നെടുത്ത്. എടാ നിക്കണ, ഞാൻ തൊഴട്ടെ. ഞങ്ങളെടുത്തത് ഏറ്റവും തൊലിഞ്ഞ കയാക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും പറ്റുന്നില്ല, തൊളയൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇതിൽ ഏറ്റവും പേടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കയാക്കിൽ സൈഡിലൊക്കെ ഹോളൊക്കെ ഉണ്ട്. പഴയ കയാക്കായത്. ബൈ തമ്പിലുള്ളത് ക്യൂടെക്സ് അല്ല, അത് ഞങ്ങളുടെ ക്യാമ്പ്, വർക്ക് ചെയ്യുന്ന ക്യാമ്പിൻ്റെ അടയാളമാണ്. അവർ നോക്കണ്ടോ? നോക്ക്. ശരിയാ. പൂമരം കൊണ്ട് ഗൈസ് ആദ്യമൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോൾ നല്ല രസമായി. അവർ നോക്കിപ്പോയിട്ട് വരാൻ പറഞ്ഞു. കാരണം ഇത് പഴയ കയാക്കായതുകൊണ്ടും പിന്നെ അതിനകത്ത് കുറേ ഹോൾ ഉണ്ടായിരുന്നത് കൊണ്ടും പിന്നെ അതിനകത്ത് കുറേ ചലന്തിയും അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടായിരുന്നത് കൊണ്ടും നോക്കി സൂക്ഷിച്ച് പോയിട്ട് വരാൻ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞു. നല്ല ഫണ്ണായിരുന്നു. പിന്നെ നേരെ സൺസെറ്റ് കാണാനായിട്ട് നടക്ക് പോയി. പിന്നെ തിരിച്ചു വന്നു. പിന്നെ അത് ഇങ്ങനെയൊക്കെ തന്നെ ഞങ്ങളുടെ സൂപ്പർവൈസറെ കൊണ്ട് വീഡിയോ എടുപ്പിച്ച് രസമായിരുന്നു. പിന്നെ ആ തുഴച്ചിലിൻ്റെ ഫ്ലോ കിട്ടി. പിന്നെ തുഴഞ്ഞ് പോയി. രസമായിരുന്നു. പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോൾ ഡ്രിഫ്റ്റൊക്കെ അടിക്കാൻ പിടിച്ചു. പിന്നെ ലാസ്റ്റ് ഡ്രിഫ്റ്റിലൊക്കെ നിർത്തി. അടമന വിഷം.